സാന്ദ്രാനന്ദം നൽകിയിടുന്ന വാതാലയേശ്വര കൃഷ്ണ ഭാഗവത കുടുംബത്തെ അനുഗ്രഹിക്കൂ. ഭഗവാനു പ്രിയമേറും വൈശാഖദിനങ്ങളെല്ലാം കുടുംബത്തിൽ ഭക്തിയുടെ ആലകൾ തീർത്തു. പ്രഭാതത്തിൽ സഹസ്രനാമജപവും അഷ്ടോത്തരം ഭുജംഗപ്രയാദം പിന്നെ ഉണർത്തു പാട്ട്. പൂർണ്ണത്രയീശസ്തവവും വന്ദന ശ്ലോകങ്ങളധ ഭാഗവത പാരായണം കീർത്തനങ്ങളും. ഭക്തരായ ആചാര്യന്മാർ നടത്തുന്ന പ്രഭാഷണം ഉച്ചയായാൽ അമൃതത്വം നടത്തിയിടുന്നു. നാരായണീയവുമധ നാമങ്ങൾ അവലോകനം ആരതിയും ഭക്തിയോടെ നടത്തി വന്നു. ഭാഗവത ബാല കുടുംബത്തിലുള്ള കുട്ടികളുടെ പാരായണം പ്രഭാഷണം എന്നിവയാലും കണ്ണൻ തന്നെ അവർക്കൊപ്പം ചേർന്നിരുന്നു പാടിയാടി അന്നിവിടെ വൃന്ദാവനമാക്കി തീർത്തല്ലോ. പ്രതിദിനം ഊർജം നൽകും പ്രഭാഷണ ശ്രവണത്താൽ സകലരും ദുഃഖം മറന്നിരുന്നുവല്ലോ. തിരുനാമം ജപിച്ചിട്ടും കീർത്തനങ്ങൾ ചൊല്ലിയിട്ടും ദിവസങ്ങൾ പോയതൊന്നും അറിഞ്ഞതില്ല. കണ്ണൻ തൻ്റെ പ്രേരണയാൽ ശന്തനുവിൻ വേണുഗാനം ഏകാദശി ദിനം തന്നിൽ ശ്രവിച്ചുവല്ലോ. ഞങ്ങളുടെ തനുവാകും വേണു തന്നെ ചുണ്ടിൽ ചേർത്തു പലവിധ രാഗങ്ങളെ വായിക്കൂ കണ്ണാ. അങ്ങനെ ഈ പുണ്യമേറും വൈശാഖത്തെ ധന്യമാക്കി കൃപ ചെയ്ത മാധവനെ നമിച്ചിടുന്നു. ലോകമെല്ലാം മഹാമാരിയാകുന്ന ആസുരൻ തൻ്റെ കയ്യിൽ പെട്ടു അത്യധികം തളർന്നിടുമ്പോൾ സകലർക്കും ആനന്ദവും ശാന്തിയെയുമേകിക്കൊണ്ടു ക്ഷണത്തില അസുരനെ ഭസ്മമാക്കണേ. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥമാം കർമ്മം കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ അനുഗ്രഹിക്കൂ. മനു മധു കേരളേട്ടൻ പ്രകാശൻ ലളിതമാമി തുടങ്ങി ഈ സർവരെയും അനുഗ്രഹിക്കൂ. ഭഗവാനെ നിരന്തരം സ്മരിച്ചിട്ടു കർമ്മങ്ങളെ ഉത്സാഹത്താൽ ചെയ്തു തീർക്കാം നമുക്കേവർക്കും. രാജസൂയയാഗം പോലെ ഭാഗവതം നടത്തിച്ച ഭഗവാന്റെ തൃപ്പാദത്തിൽ നമിപ്പൂ ഞങ്ങൾ. നാരായണ 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 രാധാ ഗോവിന്ദ.